नमस्ते दोस्तों, हिंदी कक्षा में सबका स्वागत। आप सब कैसे हैं? आप लोग कोरोना से दूर रहते हैं ना? आज हमारी पहली मुलाकात है ना? घर में ही आपको रहना है, मैदान में खेलने के लिए नहीं जाना है। आप लोग कक्षाओं का आस्वादन कीजिए। 2 हफ्ते से विक्टर्स चैनल की कक्षाएं हैं और मॉडल स्कूल की ऑनलाइन क्लासेस भी हैं। ये सारी कक्षाएं आप लोग एंजॉय करना। आज मैं केवल आपसे कुछ बात करने के लिए आई हूँ। हमारी सही कक्षा अगले हफ्ते से शुरू होगी। उसके पहले आपको पाठ्य पुस्तक खरीदना है। हमारे स्कूल के हिंदी विभाग में 2 अध्यापक हैं। एक मैं हूँ, मेरा नाम लेखा कुमारी, और दूसरा मिस्टर रॉ। अब मैं आपसे एक प्रश्न पूछूं। प्रश्न यह है, आपने हिंदी क्यों चुना? നിങ്ങൾ എന്തുകൊണ്ട് हिंदी തിരഞ്ഞെടുത്തു? हमारे विद्यालय में 3 लैंग्वेजेस सेकंड लैंग्वेज के रूप में सिखाते हैं, मलयालम, हिंदी, तमिल। उनमें से आपने हिंदी चुना। ആ 3 സെക്കൻഡ് ലാംഗ്വേജിൽ നിന്നും നിങ്ങൾ സെലക്ട് ചെയ്തത് ഹിന്ദിയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഹിന്ദി സെലക്ട് ചെയ്തത്? എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ അല്ലേ? ഏത് തിരഞ്ഞെടുക്കണം, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഏത് ലാംഗ്വേജ് തിരഞ്ഞെടുക്കണം എന്ന ഒരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ നിങ്ങൾ ഹിന്ദി തിരഞ്ഞെടുക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ പറയാൻ സാധ്യതയുള്ള കുറച്ച് ഉത്തരങ്ങളാണ് ഞാൻ ഈ വൈറ്റ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ചില കുട്ടികൾ ഹിന്ദി സരൾ ഭാഷ ഹേ, ഹിന്ദി എളുപ്പമായതുകൊണ്ടാണ് ഞാൻ ഹിന്ദി സെലക്ട് ചെയ്തത് എന്ന് മനസ്സിൽ കരുതുന്നുണ്ടാവാം ഇപ്പോൾ, അല്ലേ? ഒരു ലൈവ് ക്ലാസ് ആയിരുന്നെങ്കിൽ നിങ്ങളിൽ പലരും വിളിച്ചു പറയാൻ സാധ്യതയുള്ളൊരു ഉത്തരമാണ് ഞാനിതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഉത്തരം ഇതിലുണ്ടോ എന്നൊന്ന് നോക്കൂ. ഹിന്ദി എളുപ്പമായതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തു, ഹിന്ദി സരൾ ഭാഷ ഹേ. പിന്നെ ചില കുട്ടികൾ ഹിന്ദി മുझे പസന്ത് ഹേ, ഹിന്ദി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ ചില ലാംഗ്വേജിനെ കുറിച്ച് അങ്ങനെ പറയാറുണ്ടല്ലേ? തമിഴ് സോങ്സ് കേൾക്കുമ്പോൾ, തമിഴ് നല്ല സ്പീഡിൽ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് വളരെ കൊതി തോന്നാറുണ്ട്, തമിഴ് ഭാഷ എന്ത് രസമാണെന്ന്. അതുപോലെ ഹിന്ദി എനിക്കിഷ്ടമാണ് എന്ന് തോന്നിയിട്ട് ഹിന്ദി എടുത്തവരുണ്ടാവാം. പിന്നെ ചില കുട്ടികൾക്ക് ഹിന്ദി ഫിലിമും ഹിന്ദി ഫിലിം സോങ്സും ഇഷ്ടമാണ്. ഹിന്ദി ഫിലിം और गीत के आस्वादन करने के लिए, അത് എൻജോയ് ചെയ്യണമെങ്കിൽ, അതിൻ്റെ അർത്ഥം അറിഞ്ഞ് അത് എൻജോയ് ചെയ്യണമെങ്കിൽ ഹിന്ദി ലാംഗ്വേജ് അറിയണം. അപ്പം അതിനു വേണ്ടി ഹിന്ദി എടുത്ത് പഠിച്ച കുട്ടികളുണ്ടാവാം. ഞാൻ പഠിക്കുന്ന സമയത്ത് ഷാറൂഖ് ഖാൻ്റെ ഒരു സീരിയലുണ്ട്, സർക്കസ്, വളരെ ഹിറ്റായിട്ട് പോകണം. അന്ന് ഷാറൂഖ് ഖാൻ ഫിലിമിൽ എത്തിയിട്ടില്ല, സീരിയൽ നടനാണ്. ആദ്യത്തെ സീരിയലാണെന്ന് തോന്നുന്നു ഷാറൂഖ് ഖാൻ്റെ. ആ സീരിയൽ കാണാൻ വേണ്ടിയായിരുന്നു ഞാനന്ന് ഹിന്ദി സെലക്ട് ചെയ്തത് സെക്കൻഡ് ലാംഗ്വേജായിട്ട്. എനിക്കിന്നും ഓർമ്മയുണ്ടത്. അതുപോലെ നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കാം. പിന്നെ ഏക് और ഭാഷ പഠനെ കാ അവസർ മില. ബഹുഭൂരിപക്ഷം കുട്ടികളും ചിന്തിക്കുന്ന ഇതാണ്, മലയാളം നമ്മുടെ മാതൃഭാഷയാണ്, നമുക്ക് ഈസി ആയിട്ട് വായിക്കാനും പറയാനും ഒക്കെ അറിയാം. ഇംഗ്ലീഷും ഒരു പരിധിവരെ നമുക്കറിയാം, ഇനിയും പഠിക്കാൻ അവസരവുമുണ്ട് ഇംഗ്ലീഷിന്. ഈ 2 ഭാഷ കൂടാതെ ഒരു പുതിയ ഭാഷ കൂടി പഠിക്കാനുള്ള ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തും എന്ന് വിചാരിച്ച് ഹിന്ദി എടുത്ത കുട്ടികളുമുണ്ട്. ഇനി നോക്കൂ, ദൂർ ദേശോं की यात्रा के लिए, യാത്ര ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് ദൂരം പോകണമെന്നും ആ പ്രദേശങ്ങൾ കാണണമെന്നും ലൈഫ് എൻജോയ് ചെയ്യണമെന്നും ഒക്കെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് അല്ലേ യാത്ര. അപ്പോൾ ഈ യാത്രയ്ക്ക് അന്യഭാഷകൾ പഠിക്കുന്നത് വളരെ പ്രയോജനകരമാണ്. ഹിന്ദി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ യാത്രയ്ക്ക് മാത്രമല്ല, വിദേശ യാത്രകൾക്കും നമ്മെ സഹായിക്കും. നമുക്കറിയാം, ഗൾഫിൽ നിന്ന് വന്ന നമ്മുടെ ബന്ധുജനങ്ങളോ അവരോടൊക്കെ ചോദിച്ചാലറിയാം, അവർ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും, അവർ ഹിന്ദിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അറബിയിലല്ല. കാരണം കൂടുതൽ വിദേശ രാജ്യങ്ങളിലും ഹിന്ദിയിൽ ഇന്ന് കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ്. നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, വിദേശ സർവകലാശാലകളിൽ 120ഓളം സർവകലാശാലകളിൽ ഹിന്ദി ഹയർ എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ട്. അവിടെ ഹിന്ദി പ്രൊഫസേഴ്സിൻ്റെ വേക്കൻസി ഒക്കെ ഉണ്ട്. അപ്പോൾ ഹിന്ദി എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല പുറം രാജ്യങ്ങളിലും യാത്ര ചെയ്യുന്നതിന്
നമ്മെ സഹായിക്കുന്ന ഒരു ഭാഷയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒന്നാമത്തെ ഭാഷ ഏതാണ്? ചൈനീസ് അല്ലേ. രണ്ടാമത്തെ ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. രണ്ടാമത്തെ ഭാഷ ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദി നമ്മളെ യാത്രയ്ക്ക് സഹായിക്കും ഭാവിയിൽ. ഇനി ഉച്ച അധ്യയൻ കേലിയെ, ചില കുട്ടികൾ ഹിന്ദി ഹയർ സ്റ്റഡീസ് എടുത്ത് പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഹയർ സ്റ്റഡീസ് നടത്തി അച്ചി നൗക്കരി പാനെ കേലിയെ, ഹിന്ദിയിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലുടനീളമുള്ള ജോലി സാധ്യതകൾ അതുകൂടാതെ വിദേശ സർവകലാശാലകളിലും. ഞാനത് വ്യക്തമായി ഈ 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഓരോ ജോലി സാധ്യതകളും വ്യക്തമായി പറഞ്ഞു തരാം. ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ ഓരോ ക്ലാസ്സിൻ്റെ ഇടയിലും ഞാനത് പറഞ്ഞു തരും. ട്രാൻസ്ലേറ്റർ പോസ്റ്റ്, നമ്മുടെ ഈ കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള എല്ലാ ഓഫീസുകളിലും ഹിന്ദി ട്രാൻസ്ലേറ്റർ പോസ്റ്റ് ഉണ്ട്. ബാങ്കുകളിൽ ഹിന്ദി കക്ഷ എന്ന് പറഞ്ഞ് തന്നെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഹിന്ദി മെയിനെടുത്ത് പഠിച്ചിറങ്ങുന്നത്. അതുകൊണ്ട് ജോലി നേടാൻ വളരെ എളുപ്പമുള്ള ഒരു മേഖലയാണ് ഹിന്ദി. പിന്നെ ഒരെണ്ണം സാഹിത്യക ആസ്വാദൻ. ഹിന്ദി സാഹിത്യം നന്നായി ബുക്ക് വായിക്കുന്ന കുട്ടികൾ, ഹിന്ദിയിൽ ഒരുപാട് പ്രഗത്ഭരായ സാഹിത്യകാരന്മാരുണ്ട്, പ്രസിദ്ധരായ കവികളും കഥാകാരന്മാരും ഒക്കെ ഉണ്ട്. അവരുടെ നോവൽസും കവിതകളും എൻജോയ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഹിന്ദി പഠിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് ഉത്തരങ്ങൾ വർഷങ്ങളായി എൻ്റെ മുന്നിൽ വരുന്ന ഫസ്റ്റ് ഇയർ കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഹിന്ദി പഠിക്കുന്നതിലുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം. നിങ്ങളുടെ ക്ലാസ് നടക്കുന്ന ഈ സമയത്ത് ഞാൻ വാട്സപ്പ് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ മെസ്സേജസ് അയക്കാം. നിങ്ങൾക്ക് എന്നെ വ്യക്തിപരമായിട്ട് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. तो आप सबको एक लक्ष्य है. हिंदी चुनने में आपका एक उद्देश्य है. वह उद्देश्य या लक्ष्य पूरा करने में आपकी मदद करना हमारा कर्तव्य है. നിങ്ങളുടെ ഹിന്ദി സെലക്ട് ചെയ്യുന്നതിൽ നിങ്ങൾക്കുണ്ടായ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കർത്തവ്യം, ഞങ്ങൾ അധ്യാപകരുടെ കർത്തവ്യം അല്ലേ. അപ്പോൾ അതിന് വേണ്ട ശരിയായ വഴി, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു ശരിയായ വഴി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഞാൻ ചെയ്യുന്നത്. അതിന് നിങ്ങൾക്ക് 4 കഴിവുകൾ നേടേണ്ടതുണ്ട്. ആ 4 കഴിവുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത്. പെഹല സുൻകർ സമജ്ന, കേട്ട് മനസ്സിലാക്കുക. ഒന്നാമത്തത് കേട്ട് മനസ്സിലാക്കുക. ഹിന്ദി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം. അതാണ് നമ്മൾ ഒന്നാമത് നേടേണ്ട കഴിവ്. ദൂസറ പഠ്കർ സമജ്ന, രണ്ടാമത് നമ്മൾ നേടേണ്ട എന്താണ്? വായിച്ച് മനസ്സിലാക്കാൻ കഴിയണം നമുക്ക് ഹിന്ദി. തീസറ ബോൽക്കർ അഭിവ്യക്ത് കർണ, പറഞ്ഞ് നമ്മുടെ മനസ്സിലുള്ള ഫീലിങ്സ് നമുക്ക് ഹിന്ദി ഭാഷയിൽ പറഞ്ഞ് മറ്റൊരാളെ മനസ്സിലാക്കിക്കാൻ കഴിയണം. और चौथा നാലാമത്തേതാണ് ലിഖ് കർ അഭിവ്യക്ത് കർണ, എഴുതി മനസ്സിലാക്കിക്കണം അല്ലേ. അപ്പോൾ ആദ്യത്തെ 3 നല്ലവണ്ണം ചെയ്താൽ മാത്രമേ ലിഖ് കർ അഭിവ്യക്ത് കർണ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷമതയിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. അപ്പം നമുക്ക് പരീക്ഷ എഴുത്തു പരീക്ഷയാണ്. അപ്പോൾ എഴുത്തു പരീക്ഷയിൽ നമുക്ക് മാർക്ക് നേടണമെങ്കിൽ ഹമേ फर्स्ट स्टेप क्या है? सुनकर समझना है, फिर पढ़कर समझना है, फिर बोलकर अभिव्यक्त करना है और साथ साथ लिखकर अभिव्यक्त करना है. അപ്പം നിങ്ങളുടെ ലക്ഷ്യം എന്തു തന്നെയാണെങ്കിലും ആ ലക്ഷ്യം നേടുന്നതിന് ഈ 4 കഴിവുകൾ നമ്മൾ ആർജിക്കേണ്ടതായിട്ടുണ്ട്. ഈ 4 കഴിവുകൾ കിട്ടാനുള്ള എളുപ്പത്തിലുള്ള ഒരു സൂത്രമാണ് അടുത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. तो 4 उपाय आपके सामने हैं. ഫസ്റ്റ് വൺ, एक हिंदी फिल्म गीत सुने. നമുക്ക് ഒന്നാമത്തെ ക്ഷമത എന്ന് പറയുന്നത് ഹിന്ദി കേട്ട് മനസ്സിലാക്കാനുള്ളതാണ്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഹിന്ദി കേൾക്കണം. ഹിന്ദി കേൾക്കുമ്പോൾ ശരിയായ ഹിന്ദി കേൾക്കണം. അതിന് നമ്മുടെ മുന്നിൽ ഈസി ആയിട്ടുള്ള വഴികളൊന്ന്, ഹിന്ദി സിനിമ നമുക്ക് കാണാൻ കഴിയുന്നു, ഹിന്ദി ഫിലിം സോങ്സ് കേൾക്കാൻ കഴിയുന്നു, ഹിന്ദി ന്യൂസ് കേൾക്കാൻ കഴിയുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് മതി നിങ്ങൾ ഒരു ദിവസം ചെയ്തിരിക്കണം. ഇപ്പോൾ
ഹിന്ദി ഫിലിം സോങ്സ് ആണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫിലിമി ഗീത് സുനി എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്ത് കേട്ടാലും അതിൽ അർത്ഥം മനസ്സിലാക്കി കേൾക്കണം. അർത്ഥ സമജ്നെ കി കോശിഷ് കരേ. ശ്രമിക്കണം, അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം. ചിലപ്പോൾ പൂർണ്ണമായ ആശയം കിട്ടില്ല. നോക്കൂ, നിങ്ങൾ ഒരു ഹിന്ദി ഫിലിം സോങ് കേൾക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായ അർത്ഥം മലയാളത്തിലായാലും മതി, ഒന്ന് എഴുതി ഷെയർ ചെയ്യുക. ഒരു ഫിലിം സോങ്ങും ഇട്ട് ഡൗൺലോഡ് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതിൻ്റെ ആശയം നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം വാട്സപ്പ് ഗ്രൂപ്പിൽ, കേട്ടോ. അങ്ങനെയുള്ള ഡിസ്കഷനാണ് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ വരേണ്ടത്, അതിൻ്റെ ആശയത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻ. രണ്ടാമത്തത് പാഠ്യപുസ്തക് സേ ഖണ്ഡ് പഠേ. നോക്കൂ, ശരിയായ ഹിന്ദി തന്നെ നമുക്ക് വായിക്കണം. അപ്പോൾ ഏറ്റവും ശരിയായ ഹിന്ദി നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെയുണ്ട്, നിങ്ങൾ വേറെ എവിടെയും തപ്പി നടക്കണ്ട. അപ്പോൾ പാഠപുസ്തകത്തിൽ ഒരു ചെറിയ പാരഗ്രാഫ് എടുക്കുക, അതിനെ ആവർത്തിച്ച് വായിക്കുക. ഒരു 5 സെൻറ്റൻസുള്ള പാരഗ്രാഫ് മതി. അത് അർത്ഥം കഴിവിൻ്റെ പരമാവധി മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് വായിക്കുക. മനസ്സിലായില്ലെങ്കിലും വീണ്ടും വീണ്ടും വായിക്കുക. ഇത് ഡെയിലി നിങ്ങൾ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ പറ്റൂ, കേട്ടോ. 3, ഹിന്ദി മേ വിൻതി കരേ. ഇനിയാണ് ഹിന്ദി സംസാരിക്കണം നിങ്ങൾക്ക്. നോക്കൂ, ഹിന്ദി സംസാരിക്കുമ്പോൾ തെറ്റ് പറ്റിയാലോ എന്ന പേടി നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഹിന്ദി സംസാരിക്കാൻ പറ്റാത്തത്. ആ പേടി മാറുന്നത് വരെ നിങ്ങൾ സ്വയം ഒന്ന് ഹിന്ദി മനസ്സിൽ സംസാരിക്കൂ. എന്നും ദൈവത്തോട്, ഈശ്വരനോട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ആ പ്രാർത്ഥന ഹിന്ദിയിലാക്കിക്കോ. ഹിന്ദി മേ വിൻതി കരേ. അല്ലെങ്കിൽ മനസ്സിനോട് നിങ്ങൾ സ്വയം സംസാരിക്കുന്നത് ഹിന്ദിയിൽ സംസാരിച്ച് നോക്കൂ. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, ഹിന്ദിയിൽ സംസാരിക്കുക, മനസ്സിൽ ഹിന്ദിയിൽ സംസാരിക്കുക. അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ ഹിന്ദിയിൽ പ്രാർത്ഥിക്കുക. ഈശ്വരൻ ഒരിക്കലും അല്ല ഗ്രാമർ മിസ്റ്റേക്ക് നോക്കില്ല, അതിൽ ആശയം മാത്രമേ നോക്കൂ, അല്ലേ. അടുത്ത് ഹിന്ദി മേ ഡയറി ലിഖി. നിങ്ങളുടെ പേഴ്സണൽ ഡയറിയാണ്, വേറെ ആരും ആ ഡയറിയിൽ നോക്കുന്നില്ല. നിങ്ങൾ എഴുതിക്കോ, നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത് എന്തും അതിനകത്ത് എഴുതിക്കോളൂ. ആരും നിങ്ങളുടെ ഡയറിയിൽ നോക്കില്ല, അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ ഒന്നും നോക്കില്ല. അപ്പോൾ ഇതിനകത്ത് ടീച്ചർ പറഞ്ഞ ആദ്യത്തെ 2 കാര്യങ്ങളിൽ ഒരു തെറ്റും കൂടാതെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഒന്ന്, തെറ്റില്ലാത്ത ഹിന്ദി കേൾക്കുന്നു, തെറ്റില്ലാത്ത ഹിന്ദി വായിക്കുന്നു. പക്ഷേ അടുത്ത 2 ഒരുപാട് തെറ്റ് വരാം. എന്താ? ഹിന്ദി നമ്മൾ സ്വയം സംസാരിക്കുന്നു, ഹിന്ദിയിൽ നമ്മൾ ഡയറി എഴുതുന്നു. ആ തെറ്റ് വന്നോട്ടെ, തെറ്റുകൾ തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ തൽക്കാലം തെറ്റിൻ്റെ ചിന്ത വേണ്ട. എനിക്ക് തെറ്റ് വരുമെന്നുള്ള ഭയം അങ്ങ് കളഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഹിന്ദിയിൽ നിങ്ങൾ സംസാരിക്കൂ, തോന്നുന്ന ഹിന്ദിയിൽ നിങ്ങൾ ഡയറി എഴുതൂ. प्यारे बच्चों, आप सबको एक लक्ष्य है. हिंदी चुनने में आपके मन में ज़रूर एक लक्ष्य है. वो लक्ष्य अवश्य हमें पाना है. आप अब केवल पहली सीढ़ी चढ़ रहे हैं. आप इस पर आसानी से चढ़े, इसी की कोशिश मैं कर रही हूँ. अगर आप अच्छी तरह मेरी बातें सुने और इसके अनुसार रोज़ अभ्यास करें तो ज़रूर अब हिंदी पर अधिकार पा सकते हैं. अगली कक्षा में पाठ्यपुस्तक का परिचय और प्रश्न पत्र का परिचय मैं देना चाहती हूँ. आप समझ गए ना? എന്നും ഹിന്ദി കേൾക്കണം, ഹിന്ദി എഴുതണം, ഹിന്ദി പറയണം, ഹിന്ദി വായിക്കണം. ഈ 4 കാര്യങ്ങൾ തുടർച്ചയായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഹിന്ദിയിൽ നിങ്ങൾക്ക് വളരെ നല്ല ഒരു പവർ കിട്ടും. അഗലി കക്ഷാ മേ മിലേംഗെ. തബ് തക് കെ ലിയെ ധന്യവാദ്.